ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആ തെങ്കാശി വ്ലോഗ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഞങ്ങൾ ട്രിസിൽ ഹോട്ടലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തു. എന്നിട്ടൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അരുൾമിகு കുമാരസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണിപ്പോൾ. ഇതിന് തിരുമലൈ കോവിൽ എന്നും അറിയപ്പെടുന്നതാണ്. ഇതൊരു മുരുകൻ കോവിലാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 624 സ്റ്റെപ്സ് ചവിട്ടി വേണം ഈ അമ്പലത്തിൻ്റെ മുകളിൽ വരെ എത്താൻ. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് റോഡ് പണിഞ്ഞിട്ടുണ്ട്. അത് കാരണം നമുക്ക് ബൈ കാറോ അല്ലെങ്കിൽ ബസ്സോ ഒക്കെ ഈ അമ്പലത്തിൻ്റെ മുകളിൽ വരെ എത്താവുന്നതാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂറുണ്ട് ഈ അമ്പലം. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ അവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകളും ഓട്ടോകളും അങ്ങനെ ടാക്സി വണ്ടികളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു മേളിലോട്ട് കയറാൻ. ഞങ്ങൾ ഏതാണ്ടൊരു 5 മണിക്ക് എത്തിയെങ്കിൽ പോലും ഞങ്ങൾക്ക് മേളിൽ ചെന്ന് കയറാൻ പറ്റിയത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ്. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഇവിടെ പാർക്കിംഗ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ 20 to 40 റുപ്പീസ് എന്തോ ഒരു ചാർജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പേ ചെയ്ത് ഞങ്ങളിങ്ങനെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാണ് മുരുകനെ കാണാൻ. നല്ല തിരക്ക് തന്നെയായിരുന്നു. അങ്ങനെ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ തന്നെ നല്ല ഇരുട്ടി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നടന്നുകൊണ്ടിരുന്ന വഴിക്കാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് ഷഷ്ടി ദിവസമാണെന്ന്. അപ്പോൾ ഭയങ്കര വിശേഷപ്പെട്ട ഷഷ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ ആകെ ബഹളവും പാട്ടും കച്ചേരിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുഞ്ഞിനെ അകത്തോട്ട് കയറ്റിയില്ല. കാരണം ലൗഡ് സ്പീക്കറായിരുന്നു. അപ്പോൾ അവൻ്റെ ചെവിക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ അവരുടെ ചെവിക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ വിവേകും കുഞ്ഞും കൂടെ വെളിയിൽ വെയിറ്റ് ചെയ്തു. ഞാനും ഗൗരിയും പോയി തൊഴുതിട്ട് വന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അമ്പലം ഡേ ടൈമിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ അമ്പലത്തിൻ്റെ ഒരു ആർക്കിടെക്ചറും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണണമെങ്കിൽ രാവിലെ തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ പുഷ്പ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. മധുരം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ തന്നെ ഒരു വലിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ക്യൂ നിൽക്കണം. ഒരാൾ കഴിച്ച് എണീക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറേ നേരം. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്: പനീർ ടിക്ക, പൊടി ഇഡ്ഡലി, പിന്നെ ഞാനൊരു നെയ്റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വന്നത് ഞങ്ങളത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വിശപ്പുള്ളത് കൊണ്ട്. പിന്നെ മോൻ്റെ മേളിലെ ഫാനൊക്കെ കറങ്ങുന്ന കണ്ടുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോയി നന്നായി ഉറങ്ങി. ഞങ്ങൾ നാളെ കാശി വിശ്വനാഥ ടെമ്പിൾ പോവാണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.